Alhamdulillah. Alhamdulillahi Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. صدق الله العلي العظيم. ബഹുമാന്യനായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിച്ചു. സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിനെ ഒരാവർത്തി വായിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. അഥവാ ഇസ്ലാം കേവലം ആത്മീയതയുടെ ഒരു മതമല്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടതുപോലുള്ള ഒരു ആത്മീയത ഇസ്ലാമിൽ പരിചയവുമില്ല. മറിച്ച് ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥിതിയാണ്, ഒരു ലൈഫ് സ്റ്റൈലാണ്, മനുഷ്യ ജീവിതം മുഴുവനായി ഉൾക്കൊള്ളുന്ന ഒരു ജീവിത വ്യവസ്ഥിതി. അതിൻ്റെ ഏറ്റവും നല്ലൊരു അടയാളപ്പെടുത്തലാണ് നമസ്കാരത്തെയും സക്കാത്തിനെയും ഒരുമിച്ച് പറയുന്നു ഇസ്ലാം എന്നത്. വിശുദ്ധ ഖുർആനിൽ 27 സ്ഥലത്ത് നമസ്കാരത്തിന്റെ കൂടെ സാമ്പത്തികവുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന സക്കാത്തിനെയും ചേർത്ത് പറയുന്നു. നമുക്കറിയാം, നമസ്കാരം ഒരു ആത്മീയ പ്രവർത്തനമാണ്, തനി ഒരു ആരാധനയാണ്. അർപ്പിക്കുന്ന അടിമ തൻ്റെ റബ്ബുമായി, നാഥനുമായി അടുത്ത് നിൽക്കുന്ന, സ്വകാര്യ സംഭാഷണം നടത്തുന്ന ആത്മീയമായ ഒരു കർമ്മം. പക്ഷേ സക്കാത്ത് എന്നത് സാമ്പത്തിക സംശുദ്ധിയാണ്. സമ്പാദനം, ചെലവഴിക്കൽ, അതിലുള്ള അർഹതപ്പെട്ടവരുടെ അവകാശം കൃത്യമായി നൽകൽ എന്നിത്യാദി ഒരുപാട് വശങ്ങൾ ചേർന്ന് വരുന്ന ഒന്നാണ് സക്കാത്ത്. അതൊരു സാമ്പത്തിക ക്രമമാണ്, സാമ്പത്തിക വ്യവസ്ഥിതിയാണ്, അത് സാമ്പത്തിക വിശുദ്ധിയാണ്. അപ്പോൾ ആരാധനയാകുന്ന നമസ്കാരം ആത്മീയ വിശുദ്ധി നേടിത്തരുന്നുവെങ്കിൽ ആരാധനയുടെ കൂട്ടത്തിൽ ഇസ്ലാം എണ്ണിയ സക്കാത്ത് സാമ്പത്തിക വിശുദ്ധിയും നേടിത്തരുന്നു. അപ്പോൾ രണ്ടും പരസ്പരം വലിയ ബന്ധമുണ്ട്, രണ്ടും ഒന്നിച്ചു ഉണ്ടാവേണ്ടതുണ്ട്. ആത്മീയമായ വിശുദ്ധി ആർജിച്ചെടുക്കാൻ വേണ്ടി മതപരമായ കാര്യങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആരാധനയായി അർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസി അവന്റെ വരുമാനത്തിന്റെ കാര്യത്തിലും സമ്പാദനത്തിന്റെ കാര്യത്തിലും ചെലവഴിക്കുന്ന കാര്യത്തിലും അവന്റെ കയ്യിലുള്ള വിഭവങ്ങൾ അന്യരുമായി പങ്കുവെക്കുന്ന കാര്യത്തിലുമൊക്കെ ഇസ്ലാമിന്റെ ക്രമം പാലിച്ച് ആ രംഗത്തും വിശുദ്ധനായിരിക്കണം. ഇത്ര കൃത്യമായിട്ട് ഒരു ജീവിത ദർശനത്തെ പഠിപ്പിക്കുന്ന വേറെ ഒരു രീതിശാസ്ത്രം ഉണ്ടാവുകയില്ല. ഇനി സാമ്പത്തിക വിശുദ്ധി ഒരാൾക്ക് സാധ്യമായില്ല എങ്കിൽ
അല്ലെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ നിയമക്രമങ്ങൾ പാലിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ മേഖലയിലെ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാൽ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി സ്വീകരിക്കുന്ന അനധികൃതമായ മാർഗങ്ങളിലൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള ത്വര കൊണ്ട് മുന്നോട്ട് പോകുന്നത് മുഖേനയോ ചെയ്തു കൂട്ടുന്ന അന്യായങ്ങൾ, അതിക്രമങ്ങൾ, കുറ്റങ്ങൾ, ധിക്കാരങ്ങൾ, ആ കുറ്റങ്ങളും ധിക്കാരങ്ങളും ആരാധന കൊണ്ട് പുറത്തു കിട്ടുകയുമില്ല. നമ്മുടെ നാട്ടിൽ പതിവുള്ള ഒരു രീതിയുണ്ട്. വ്യത്യസ്ത മത സംഹിത മുറുകെ പിടിക്കുന്ന ആളുകളുടെ കൂടെ ഒത്തുജീവിക്കുന്നവരാണല്ലോ നമ്മൾ. അവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് അവർ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള മാർഗമാണ് ഒന്നുകിൽ കുമ്പസാരം അല്ലെങ്കിൽ തീർത്ഥാടനം. ചെയ്തു കൂട്ടിയ പാപങ്ങൾ അവർ യഥാർത്ഥത്തിൽ ബഹുമാന്യരായി കാണുന്ന പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ആത്മീയ ആചാര്യന്മാരുടെ മുന്നിൽ തുറന്നു പറഞ്ഞാൽ അതോടുകൂടി ആ പാപങ്ങൾ കഴുകി കളയാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഓരോ പാപത്തിന്റെയും അവസ്ഥ അനുസരിച്ച് പ്രതിക്രിയ എന്നോണം ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ട് പോയി വന്നാൽ അതോടെ പ്രശ്നം പരിഹരിക്കും എന്നവർ വിചാരിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു രീതിശാസ്ത്രം ഇസ്ലാമിലില്ല. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വിശ്വാസി അവരെ നമസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ ഏറ്റവും വലിയ തീർത്ഥാടനവും ആരാധനയുമായ ഹജ്ജ് കൊണ്ടോ പോലും അവന്റെ പാപങ്ങളെ പുറത്തു കിട്ടുകയില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. ഇത് ദുൽഹജ്ജ് മാസമാണ്. പഴയ അവസ്ഥയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഉത്ബോധനങ്ങളാൽ നമ്മുടെ ചുറ്റുപാട് മുഖരിതമാകുമായിരുന്നു, മിമ്പറുകൾ ഉൾപ്പെടെ. പക്ഷേ ഇപ്രാവശ്യത്തെ ഹജ്ജ് കോവിഡ് പ്രതിരോധ ഘട്ടത്തിലെ ഹജ്ജ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ബഹളമയം ഇല്ല എന്ന് മാത്രം. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മർമ്മപ്രധാനമായ രംഗം പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അത് അറഫയാണ്. അറഫയിലെ നൃത്തമാണ്. അല്ല ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതാണ് അതിന്റെ മർമ്മം. അപ്പോൾ ദുൽഹജ്ജ് 9 ഹാജിമാരും ഇഹ്റാമിൽ പ്രവേശിച്ച അവസ്ഥയിൽ ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് അറഫയിലേക്ക് ഒന്നിച്ച് മുന്നേറും. ആ അറഫയിലെ സംഗമത്തിന്റെ അന്ന് അള്ളാഹു തന്റെ മുഖറഞ്ഞങ്ങളായ മലായിക്കത്തുകളുടെ കൂടെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ ആവേശമുള്ള ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹാജിമാരെ മലക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ചില ഹാജിമാരെ നോക്കിയിട്ട് മലക്കുകൾ പറയുമത്രേ, ലാ ലൈസ ലക ലബ്ബൈക് ലാ ലബ്ബൈക വലാ സഅദൈക്. നിന്റെ ലബ്ബൈക്ക് അല്ലാഹു സ്വീകരിക്കില്ല, നിന്നെ നാഥൻ അനുഗ്രഹിക്കില്ല, നിന്നെ തമ്പുരാൻ കടാക്ഷിക്കുകയില്ല. അപ്പോൾ തിരുനബിയുടെ ഉദ്ബോധനം കേട്ടുകൊണ്ടിരുന്ന സഹാബയെ കിറാമിൽ ചിലർ സംശയം ചോദിച്ചു, പ്രവാചകരെ, ഹജ്ജിനല്ലേ പോയിരിക്കുന്നത്, ഇഹ്റാമിലല്ലേ വന്നിരിക്കുന്നത്, അറഫയിലേക്കല്ലേ എത്തിയിരിക്കുന്നത്, എന്നിട്ട് ഈ ഹാജിയോട് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി പറഞ്ഞു, ആ മലക്കുകൾ ബാക്കി കൂടി അവനോട് പറയുമത്രേ. അത് അവർ കേൾക്കാൻ കഴിയാതെ പോകുക. അവർ പറയും, ഹജ്ജുക ഹറാം, കാരണം നിന്റെ ഹജ്ജ് ഹറാമായ ഹജ്ജാണ്. യഥാർത്ഥത്തിൽ നീ ഇത് ഉപയോഗിച്ചതെല്ലാം ഹറാമാണ്. സാദുക ഹറാം, വറാഹിലതുക ഹറാം, വഹജ്ജുക മഅ്സൂർ വഗൈറു മബ്റൂർ. നിന്റെ പാതയം ഹജ്ജിന് വേണ്ടി നീ ഇപ്പോൾ എത്തി വന്ന ഈ അവസ്ഥയോളം എത്തുവാൻ നീ വളർന്നു വന്ന സാമ്പത്തിക അവസ്ഥയുണ്ടല്ലോ, അതിന്റെ തുടക്കവും വളർച്ചയും ഒക്കെ ഹറാമിലൂടെയായിരുന്നു. വറാഹിലതുക ഹറാം, ഹജ്ജിന് അപേക്ഷിക്കാൻ മാത്രം സുസ്ഥിതി ഉണ്ടായി മതിയായ പണം കിട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെലവഴിക്കാനും കയ്യിൽ കരുതി വന്നില്ലേ, അതെല്ലാം ഹറാമിലൂടെയാണ് നേടിയത്. അതുകൊണ്ട് ഹജ്ജുക മഹ്ജൂർ, നിന്റെ ഹജ്ജ് നിഷിദ്ധമായ ഹജ്ജാണ്. വഗൈറു മബ്റൂർ, ഒരിക്കലും സ്വീകാര്യമേ അല്ല എന്ന് ആ മലക്കുകൾ പറയുന്നതാണ്. പറഞ്ഞതിന്റെ ചുരുക്കം, സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യങ്ങൾ ആരാധനകൾ കൊണ്ട് പരിഹരിക്കപ്പെടില്ല എന്ന് ഇത്ര കൃത്യമായി വരച്ചു കാണിച്ച ഒരു ദർശനം വേറെയില്ല. അപ്പോൾ ഇഹലോകത്ത് ഈ കുറ്റകൃത്യങ്ങൾ ഇബാദത്ത് കൊണ്ട് പുറത്തു കിട്ടില്ല. പരലോകത്താണെങ്കിൽ സാമ്പത്തിക രംഗത്തെ വിശുദ്ധിയില്ലായ്മ നരകം നേടി തരികയും ചെയ്യും. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്ന വഅൻ മാലിഹി മിനാ യക്തസബഹു വഫീമാ അൻഫഖഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നാളെ പരലോകത്ത് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല, വിചാരണയുടെ വേളയിൽ മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ കഴിയില്ല. അൻ ഉംരിഹി ഫീമാ അഫ്ന, ആയുഷ്കാലം എന്തിൽ ചിലവഴിച്ചു, എങ്ങനെ ചിലവഴിച്ചു എന്ന് കണക്ക് കൊടുക്കാതെ. പിന്നീട് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വഅൻ മാലിഹി, അവന്റെ ധനത്തെ കുറിച്ചും, മിനാ യക്തസബഹു, എങ്ങനെ ഏതൊക്കെ വഴിയിലൂടെ നേടി എന്നതിനെ കുറിച്ചും, വഫീമാ അൻഫഖഹു, ഏതൊക്കെ വഴിയിലൂടെ ചെലവഴിച്ചു എന്നതിനെ കുറിച്ചും
കൃത്യമായ കണക്ക് കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്ര കണിശമായി സാമ്പത്തിക വിശുദ്ധിയും ആത്മീയ വിശുദ്ധിയും ഒരുപോലെ സംഘടിപ്പിച്ച ഒരു ദർശനം ഭൂമുഖത്ത് ഉണ്ടാവില്ല. സഹോദരന്മാരെ, ഇതാണ് നാം മുറുകെ പിടിക്കുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇത് മുറുകെ പിടിച്ചാണ് ഒരു മുസ്ലിം സമുദായം ഭൂമുഖത്ത് നിലനിൽക്കേണ്ടത്. എങ്കിലേ ആ സമുദായത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ, എങ്കിലേ അവരിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടൂ, എങ്കിലേ അവർക്ക് ഇസ്സത്തോടെ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ തലയുയർത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ. അറിയുക, ആരാധനകളുടെ വിശദാംശങ്ങൾ പഠിപ്പിക്കാത്ത ഖുർആൻ സാമ്പത്തിക നിയമങ്ങളുടെ വിശദാംശങ്ങൾ പേർത്തും പറഞ്ഞിരിക്കുന്നു. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമസ്കാരത്തെ കുറിച്ച് പറയുന്നതല്ല. ഇബാദാത്തുകൾ ഏറ്റവും പ്രധാന നമസ്കാരമാണല്ലോ. എന്നാൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറ അൽ ബഖറയിലെ ആയത്ത് ദൈനാണ്. കടവുമായി ബന്ധപ്പെട്ട നിയമക്രമത്തെ, അത് രേഖപ്പെടുത്തലിനെ, അതിന് സാക്ഷികൾ ഉണ്ടാകേണ്ടതിനെ, അങ്ങനെ സാക്ഷികളില്ലെങ്കിൽ ഈടുവെപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന, പണയത്തെ കുറിച്ചൊക്കെ പറയുന്ന ആയത്താണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്. നാം അറിയണം, അനുവദനീയമായ മാർഗ്ഗേണയുള്ള സമ്പാദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അനുവദനീയമല്ലാത്ത മാർഗ്ഗേണയുള്ള സമ്പാദ്യത്തെ നിഷേധിക്കുകയും നിരോധിക്കുകയും നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു ഇസ്ലാം. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ഇത് ഖുർആനിലെ ഒരു വാക്യമാണ്, ഒരു വാക്യശകലം. അത് വലിയൊരു സന്ദേശമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ അല്ലാഹ് അനുവദനീയമാക്കി. നിങ്ങൾ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവരുന്നു, എന്നിട്ട് വിൽക്കുന്നു, വിപണനം ചെയ്യുന്നു, മാന്യമായ ലാഭം എടുത്തുകൊണ്ട് നിങ്ങളുടെ അധ്വാനവും ചിലവഴിച്ചു, അത് അനുവദനീയമായ മാർഗമാണ്. എന്നാൽ റിബ, പലിശയെ, ഏതോ നിലക്കുള്ള ചൂഷണങ്ങൾ, പലിശ എന്നതൊരു പ്രതീകമായിട്ട് കൂടി മനസ്സിലാക്കണം. പണം വർദ്ധിപ്പിക്കുന്ന ഒരു മാർഗമാണ് പലിശ, പക്ഷേ പലിശ എന്നത് പ്രതീകം കൂടിയാണ്. ഏതോ നിലക്ക് മനുഷ്യരെ പറ്റിക്കുക, വഞ്ചിക്കുക, ചൂഷണം ചെയ്തെടുക്കുക, അത് ഏത് മാർഗേണയായിരുന്നാലും മനുഷ്യൻ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിന്റെ അടിസ്ഥാനപരമായ സാമ്പത്തിക വ്യവസ്ഥയെ തുരന്നെടുക്കുന്ന വഴിയാണ്. അത് കള്ളക്കടത്തായിരുന്നാലും സ്വർണ്ണക്കടത്തായിരുന്നാലും അത് ചൂഷണമായിരുന്നാലും കൈക്കൂലിയായിരുന്നാലും അത് വ്യാജരേഖ ചമക്കലായിരുന്നാലും എന്തെല്ലാം പുതിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ചെയിനുകളുണ്ടോ ഇതെല്ലാം ചൂഷണമാണ്. അത്തരത്തിലുള്ള സകല ചൂഷണങ്ങളെയും പ്രതീകാത്മകമായി പ്രതീകവൽക്കരിക്കുന്ന പദമാണ് റിബ എന്നത്. അഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു കച്ചവടത്തെ അനുവദിച്ചിരിക്കുന്നു. കച്ചവടം മാന്യമായി ജീവിക്കാനുള്ള ശ്രമമാണ്. അതിന് ഉത്പാദനങ്ങളുണ്ട്, അതിന് വലിയ വലിയ ഹോൾസെയിൽ സംവിധാനങ്ങളുണ്ട്, അതിൽ വിപണന ശൃംഖലകളുണ്ട്. അതിന്റെ അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ഒരുപാട് പേർക്ക് ഉപജീവനം സാധ്യമാകുന്നുണ്ട്. അതിൽ ഓരോരുത്തരും തന്റെ ശ്രമങ്ങളും ബുദ്ധിയും ചെലവഴിക്കുന്നുണ്ട്. അനുവദനീയമായ സമ്പാദന മാർഗത്തെ പ്രോത്സാഹിപ്പിച്ച ഇസ്ലാം ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഏതൊരു സാമ്പത്തിക രീതിയെയും ഹറാമാക്കുകയും അതിന് വലിയ കുറ്റം ഇഹത്തിലും നാളെ പരത്തിലും അനുഭവിക്കേണ്ടി വരുമെന്ന് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിനെ മണ്ണിൽ നടപ്പിൽ വരുത്തിയ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി മദീനയിലെത്തിയിട്ട് ആദ്യം ചെയ്തത് മദീന പള്ളി ഉണ്ടാക്കലാണ്. എല്ലാവരും കൂടി ശ്രമദാനമായിട്ടാണ് പള്ളി പണിതത്. മണ്ണ് കോരിയിടാനും കട്ട അടുക്കി വെക്കാനും ഈത്തക്കടതലി വെട്ടിക്കൊണ്ടുവരാൻ മേൽപ്പുര പണിയാനുമെല്ലാം എല്ലാവരും ഒന്നിച്ച് പണിയെടുത്ത് മദീന പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി നമസ്കാരം തുടങ്ങിയ ശേഷം ഈ ഫോഴ്സിനെ ഒന്നിച്ചുപയോഗിച്ചുകൊണ്ട്, ഈ മാനുവൽ പവറിനെ, സഹാബത്തിന്റെ മുന്നിൽ ശേഷിയെ ഒന്നിച്ചുപയോഗിച്ചുകൊണ്ട് പിന്നീട് റസൂലുള്ളാഹി പണിതത് മദീന മാർക്കറ്റാണ്. മദീന പള്ളിക്കടുത്ത് ചന്ത തുറന്നു. ആർക്കും തന്നെ വിഭവങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാം, ആർക്കും കച്ചവടം നടത്താം. ഒരു സ്ഥലവും ആർക്കും പ്രത്യേകം കൈവശം വെക്കാൻ പറ്റില്ല, ഒരന്യായവും പാടില്ല. യഹൂദൻ സാമ്പത്തിക ചൂഷണത്തിന്റെ അപ്പോസ്തലനാണ് അന്നും ഇന്നും. ജൂതനാണ് ഇതിനെല്ലാം മേൽക്കൈ. അത് ഗാർഡനായിരുന്നാലും ഡെങ്കറായിരുന്നാലും ഐഡിയായിരുന്നാലും ഒക്കെ ജൂതന്റെ തലയിലാണ് വരുന്നത് എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കറിയാം. അന്നും അങ്ങനെ തന്നെ യഹൂദനാ പലിശയുടെ വക്താവ്. യഹൂദന്റെ കയ്യിൽ അമർന്നിരുന്ന സാമ്പത്തിക ചൂഷണത്തിന്റെ കേന്ദ്രമായിരുന്ന മദീനയിലെ പഴയ മാർക്കറ്റിനെ മാറ്റി നിർത്തിയിട്ട് സാമ്പത്തിക ചൂഷണമില്ലാത്ത ഒരു പുതിയ മാർക്കറ്റ് തുടങ്ങാൻ പണിയെടുക്കുന്നത് പ്രവാചകനാണെന്ന് ഓർക്കണം. നമസ്കാരവും സക്കാത്തും ബന്ധപ്പെട്ടതുപോലെ മദീന പള്ളിയും മദീന മാർക്കറ്റും ബന്ധപ്പെടുന്നതിന്റെ രീതിശാസ്ത്രം മനസ്സിലാക്കാൻ കഴിയാതെ പോയവരാണ് ഇന്നത്തെ മുസ്ലിം സമുദായം. അവിടെ വല്ല ചൂഷണം എന്ന റസൂലുള്ളാഹി ഇടപെടുമായിരുന്നു. അസർ നമസ്കരിച്ച് ഇറങ്ങി നടക്കും. വലിയ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു ഒരാൾ, കൂമ്പാരമായിട്ട് ധാന്യം കൂട്ടിവെച്ചിരിക്കുകയാണ്. തിരുനബിക്ക് ഒരു സംശയം. വെറുതെ ഒന്ന് കുപ്പായത്തിന്റെ കൈയൊക്കെ മേലേക്ക് കെട്ടിയിട്ട് അതിനകത്തേക്കൊന്ന് കൈയിട്ട് നോക്കിയപ്പോൾ കയ്യിൽ നനവ് അനുഭവപ്പെട്ടു. യാ ഫുലാൻ മാലിഹാദ, എന്താണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? റസൂലുള്ളാഹി ദേഷ്യപ്പെട്ടു.
അദ്ദേഹം പറഞ്ഞ പ്രവാചകരെ മഴ പെയ്തു കേട്ടോ ഇന്നലെ, നനഞ്ഞുപോയി. അപ്പോൾ നനഞ്ഞത് അടിയിലാക്കി ഞാൻ ഉണങ്ങിയ ധാന്യം മുകളിൽ വെച്ചിരിക്കുകയാണെന്ന നമുക്ക് സാധാരണ ശീലമുള്ള രീതി തന്നെ നാട്ടിൽ പുറത്തൊക്കെ അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലും. റസൂലുള്ളാഹി പറഞ്ഞു പാടില്ല, നനഞ്ഞത് മാറ്റി വെക്ക്, അതിന് പറ്റുന്ന വിലക്കത് വിൽക്ക്, നല്ലത് വേറെ വെക്ക്, ഇതിന്റെ അല്ല അതിന് ഈടാക്കരുത്. വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. എത്ര കൃത്യമായ ഉദ്ബോധനമാണ്. അതുകൊണ്ട് സാമ്പത്തികമായ അനധികൃതമായ സമ്പാദനത്തിലൂടെ നേടിയെടുത്ത വിഭവങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാമെന്നൊരു സമുദായം വിചാരിച്ചാൽ ആ സമുദായം നശിക്കാൻ പിന്നെ അധിക കാലം വേണ്ടിവരില്ല എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. വൻ പാപങ്ങൾ എണ്ണിയിരിക്കുന്നു ഖുർആൻ. വൻ പാപങ്ങൾ 7 എണ്ണമാണെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് തിരുവചനത്തിലൂടെ. സബഉൽ മുബിഖാത്ത്. ആ വൻ പാപങ്ങളായ 2 എണ്ണം സാമ്പത്തിക കുറ്റങ്ങളാണ്. ഒന്ന് അഖിൽ റിബ, പലിശ ഭുജിക്കൽ അഥവാ പലിശ ചൂഷണത്തിൻ്റെതായ രീതിയിലൂടെ പണം സമ്പാദിച്ചെടുക്കൽ. രണ്ടാമത്തത് അഖിലും മാലിന്യത്തെയും അനാഥന്റെ സ്വത്തുക്കൾ തിന്നലാണ്. പലിശ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ സാമ്പത്തിക തട്ടിപ്പിന്റെയും പ്രതീകമാണെങ്കിൽ അഖിലും മാലിന്യത്തെയും അനാഥന്റെ സ്വത്തുക്കൾ തിന്നുക എന്നത് ദുർബലരെ ചൂഷണം ചെയ്യുക എന്നതിന്റെ അടയാളമാണ്. അനാഥന്റെ സ്വത്തൊക്കെ എളുപ്പമാണ്. അവനെ എന്തെങ്കിലും പറഞ്ഞ് വ്യാജരേഖ ഉണ്ടാക്കിയോ പറ്റിച്ചോ കള്ളക്കണക്ക് എഴുതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം വെച്ചു കൂട്ടി വെച്ചു നൽകി അവന്റെ യഥാർത്ഥ സ്വത്തുക്കൾ അവന് മറച്ചു വെച്ചോ അല്ലെങ്കിൽ അവൻ മുതിരുന്നതിന് മുമ്പ് അവന്റെ സ്വത്ത് ഉപയോഗിച്ച് വേറെ ബിസിനസ് ചെയ്തോ ഒക്കെ നേട്ടമുണ്ടാക്കാനും പറ്റിക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അതൊക്കെയാണ് ഈ സാമ്പത്തികത്തിന്റെ മാർഗങ്ങളെങ്കിൽ ഈ കാലഘട്ടം വല്ലാതെ മാറിയിരിക്കുന്നു. അപ്പോൾ അനാഥന്റെ സ്വത്ത് തിന്നുക എന്ന് പറഞ്ഞാൽ ദുർബലനെ ചൂഷണം ചെയ്യുക എന്നതിന്റെ പ്രതീകമായിട്ട് വേണം കാണാൻ. അങ്ങനെ തട്ടിപ്പിന്റെ വഴിയിലൂടെ ആര് ഏതൊക്കെ എങ്ങനെയൊക്കെ സമ്പാദിച്ചുവോ അവൻ നരകത്തിലേക്ക് പോകാനുള്ളവനാണ്. എല്ലാ ശരീരവും അത് വളർന്നിരിക്കുന്നത് ഹറാമ് കൊണ്ടാണ് എങ്കിൽ ആ ശരീരം നരകത്തിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റും. നമ്മുടെ ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല നമ്മുടെ വരുമാനം ഹറാമായ മാർഗത്തിലൂടെയാണ് എങ്കിൽ. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടകാലത്തെ കുറിച്ച് പറഞ്ഞു. ആ കെട്ടകാലം എങ്ങനെയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്. തന്റെ സമ്പാദനം ഹലാലിലൂടെയാണോ ഹറാമിലൂടെയാണോ എന്ന് മനുഷ്യൻ പരിഗണിക്കാത്ത ഒരു കാലം വരും. ഇന്ന് ആ കാലം വന്നിരിക്കുകയാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ അത് എങ്ങനെയായിരുന്നാലും പണം ഉണ്ടാക്കുന്ന എല്ലാ രീതികളും മുസ്ലിം സമുദായത്തിന് പോലും സ്വീകാര്യമായിരിക്കുകയാണ്. പറഞ്ഞു കുറ്റങ്ങളിൽ ഏറ്റവും വലുത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഖ്ലുൽ ഹറാം, ഹറാമായ മാർഗ്ഗ സമ്പാദ്യമാണ്. അതുകൊണ്ട് പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ഉദ്ബോധിപ്പിക്കാറ് സാമ്പത്തികമായ വിശുദ്ധിയെ കുറിച്ചാണ്. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജ ഉദ്ധരിക്കുന്നു, യാ അയ്യുഹന്നാസ് ജനങ്ങളെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. നമുക്ക് പരിചയമുള്ള ഉദ്ബോധനമാണ് ഇത്തഖുല്ലാഹ് എന്നത്. നിങ്ങൾ അല്ലാഹുവിൽ സൂക്ഷ്മത പാലിക്കുക. നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക, സമ്പാദിക്കാൻ പണിയെടുക്കുക. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന പണിയെടുക്കണം, അധ്വാനിക്കണം. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഏത് വിധേനയും സമ്പാദിക്കാം. പക്ഷേ അനുവദനീയമായത് മാത്രമേ നിങ്ങൾ സമ്പാദിക്കാവൂ, എടുക്കാവൂ. ഹറാമാക്കി നിങ്ങൾ ഒഴിവാക്കണം. നിഷിദ്ധങ്ങളെല്ലാം ഒഴിവാക്കണം. നന്നായിട്ട് അധ്വാനിക്കണം, നന്നായിട്ട് പണിയെടുക്കണം, അതിനുവേണ്ടി പുറത്തിറങ്ങണം. പക്ഷേ ഹലാല് മാത്രമേ എടുക്കാവൂ, ഹറാമ് എടുക്കാൻ പാടില്ല. ഈ ഉദ്ബോധനം നൽകാൻ റസൂലുള്ളാഹി ഇത്തഖുല്ലാഹ് പറഞ്ഞു. ഇത്തഖുല്ലാഹ്, നിങ്ങൾ പടച്ചവനെ സൂക്ഷിക്കണം. അഥവാ തഖ്വയുടെ അനിവാര്യമായ താല്പര്യമാണ് ഹലാലായ സമ്പാദനം. തഖ്വയുടെ അനിവാര്യമായ താല്പര്യമാണ് ഹറാമായ സമ്പാദനത്തെ ഉപേക്ഷിക്കൽ, ഹറാമിന്റെ വഴി സമ്പാദിക്കാതിരിക്കൽ. നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ വലിയ ശ്രദ്ധയുള്ളവരായിരുന്നു. 2 സംഭവം മാത്രം പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ സേവകനായ ഒരാൾ ഇടയ്ക്ക് അതിന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടായിരുന്നു. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് എവിടെ കിട്ടി, എങ്ങനെ സമ്പാദിച്ചത് ചോദിച്ചിട്ട് അദ്ദേഹം കഴിക്കാറുള്ളൂ. അഥവാ ഹലാലായ വരുമാനത്തിലൂടെ ഇവ നേടിയതാണെങ്കിൽ അദ്ദേഹം കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നോമ്പായിരുന്നു, നോമ്പ് തുറന്നിരിക്കാം. അപ്പോൾ ഇദ്ദേഹം ഒരു ചെറിയ തളികയിൽ ഇത്തിരി നല്ല പലഹാരവുമായിട്ട് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നോമ്പ് തുറന്ന അവസ്ഥയിലല്ലേ അതെടുത്ത് കഴിച്ചു. അദ്ദേഹം അവനോട് ചോദിക്കാൻ മറന്നുപോയി, എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, എങ്ങനെ നേടി, ഇത് ഏത് വരുമാനം കൊണ്ടുണ്ടാക്കിയാണ് ചോദിക്കാൻ മറന്നുപോയി. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്.
അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് എങ്ങനെയാണോ നീ സമ്പാദിച്ചത്? ഈ ഭക്ഷണം ഉണ്ടാക്കാനുള്ള വരുമാനം ഏത് മാർഗത്തിലൂടെ കിട്ടിയതാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജാഹിലിയത്തിലായിരുന്നപ്പോൾ, അഥവാ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജ്യോത്സ്യ പണി ചെയ്യാറുണ്ട്. മുമ്പിൽ നല്ലൊരു പഠിക്കാരനായിരുന്നു, ജ്യോത്സ്യ പണി ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ നല്ല അളവിൽ ജ്യോത്സ്യം അറിയുന്ന ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ ജ്യോത്സ്യനായതുകൊണ്ട്, പാരമ്പര്യമായി തന്നെ ഈ പണി ചെയ്യുന്ന ആളായതുകൊണ്ട്, ഞാൻ ഈ കാര്യത്തിൽ അറിവില്ലാത്തവരാണെങ്കിലും എനിക്കവരെ പറ്റിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ പറ്റിക്കാൻ നന്നായിട്ട് നേടിയിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അഥവാ അതിൽ നിന്നാണ് ഇതിന്റെ വരുമാനം, അതിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഈ ഭക്ഷണത്തിന്റെ സോഴ്സ് അതാണ് എന്ന് പറഞ്ഞു. നാശം, നീ എന്താണ് കാണിച്ചത്? നീ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കാനല്ലേ? പിന്നീട് അദ്ദേഹം എന്റെ കയ്യിൽ എന്റെ വായിലേക്ക് തിരികെ കയറ്റി. ഛർദ്ദിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അകത്ത് പോയത് പുറത്തേക്ക് വരുന്നില്ല. ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ വല്ലാതെയായി പോയി. ഒരാൾ പറഞ്ഞു, കുറെ വെള്ളം കുടിക്ക്, എങ്ങനെ പോരൂ, നിങ്ങൾ പുറത്തേക്ക് വരണ്ടേ? വെള്ളം കുടിച്ചാൽ അത് പുറത്തേക്ക് പോന്നേക്കും. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം കുടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഛർദ്ദിച്ചു. വയറ്റുള്ളത് മുഴുവൻ ഛർദ്ദിക്കുവോളം അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നതാണ്. ഈ അവസ്ഥ കണ്ടിരിക്കുന്ന മറ്റൊരാളെ പ്രതികരിച്ചു, അല്ലാഹ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ഉരുള പലഹാരമാണ് ഇതിനൊക്കെ കാരണമായത്. പറഞ്ഞു, എന്റെ ജീവൻ പോയാൽ മാത്രമേ അത് പുറത്തു പോരൂ എന്നായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിൽ ഞാൻ അതിനെ പുറത്തെടുക്കുമായിരുന്നു. കാരണം ഇന്നീ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു റസൂലുള്ളാഹി പറഞ്ഞാൽ കേട്ടിരുന്നു, ഹറാമിലൂടെ വളർന്ന എല്ലാ ശരീരവും നരകത്തിൽ അത് കൊണ്ടുപോയി വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഭയന്നു, ഈ ഉരുള എന്റെ ആമാശത്തിലെത്തി അത് നന്നായി അരച്ചു ചേർക്കപ്പെട്ട് ചെറുപുഴ എത്തുമ്പോൾ അതിന്റെ പോഷകാംശങ്ങൾ വലിച്ചെടുത്ത് അത് മുഖേന എന്റെ മസിലിന് ബലം കൂടി, എന്റെ അസ്ഥിക്ക് ബലം കൂടി, എന്റെ മുഖത്തിന്റെ ഓജസ് കൂടി, എന്റെ ശരീരത്തിന്റെ ചർമ്മത്തിന്റെ തിളക്കം കൂടി, അങ്ങനെ എന്റെ ശരീരത്തിന്റെ സമ്പുഷ്ടതയിൽ ഈ ഒരു ഉരുള ഭക്ഷണം നൽകുന്ന പോഷകാംശം വലിഞ്ഞു കയറി വന്നാൽ എന്റെ ശരീരം നരകത്തിൽ പോകുമല്ലോ എന്ന് ഭയന്നു എന്നാണ്. ഈ ഒരു ഉരുള കൊണ്ട് എന്റെ ശരീരം നരകത്തിൽ പോകുമല്ലോ എന്ന് ഭയന്നു എന്നാണ്. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതുപോലെ പാല് കൊണ്ടുവരപ്പെട്ടു. കുടിച്ചപ്പോൾ നല്ല രുചിയുള്ള പാല് കൊണ്ടുവന്ന ആളുകൾക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ ഖജനാവിലേക്ക് സക്കാത്തായി വന്ന ഒട്ടകങ്ങളുണ്ട് അവിടെ. വെള്ളത്തിനടുത്ത് അവർ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കാം. ഖജനാവിലേക്ക് സക്കാത്തിന്റെ ഒട്ടകങ്ങൾ ഞാൻ അവയെ കണ്ടു. അതിന്റെ അടുത്തുകൂടെ നടന്നു പോകുന്നത് ഞാൻ പാല് കലർന്നെടുത്ത് കൊണ്ടുവന്നതാ. ഉമർ തന്റെ കൈ വാങ്ങിയിട്ടിട്ട് ആ പാൽ അപ്പടി ചർദ്ദിച്ചു കളഞ്ഞു. ഹറാമിന്റെ അണബൈ ഭക്ഷണത്തിലൂടെ പോലും ചെല്ലാൻ പാടില്ല എന്ന് വാശി പിടിച്ച ഒരു തലമുറയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പന്നിമാംസമാകരുത് എന്ന് ചിന്തിക്കുന്നുള്ളൂ, അതായത് മദ്യമാകരുത് ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ കഴിക്കുന്ന ശരിയായ ചോറും കറിയും ഒക്കെ ഹറാമിലൂടെയാണോ എന്ന് ചിന്തിക്കാത്ത ഒരു തലമുറയാണ് നമ്മൾ. ഒരു ചീനക്കാരനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ? അദ്ദേഹം അത്ഭുതപ്പെട്ടത്രേ. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് വ്യാപാരികളായ മുസ്ലിങ്ങൾ വരുന്നു. അവർ പലരും ആവശ്യപ്പെടുന്നത് അനധികൃതമായ രീതിയിൽ അറിയപ്പെടുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ചെയ്തു കൊടുക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട്. എന്നിട്ട് ബ്രാൻഡഡിന്റെ മുദ്രയും പതിച്ചു കൊടുക്കണം. ഇതാണ് അവർ ചെയ്യുന്ന ബിസിനസ്. നല്ല മുസ്ലിമീങ്ങൾ തന്നെ. അദ്ദേഹത്തിന്റെ പണി അതായതുകൊണ്ട് മുമ്പ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വിശ്വ തടസ്സലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചൂഷണത്തിൽ ഒന്നാമന്മാരായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് ബിസിനസ് ഡീലിംഗ്സ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു ഈ മുസ്ലിങ്ങളായ ആളുകളെ. അപ്പൊ അവർ ചോദിച്ചത്രേ, ഹലാൽ കട്ടാണോ എന്ന്. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ചോദ്യം ഹലാൽ കട്ടാണോ എന്നാ. ഇവൻ ഈ ചെയ്യുന്ന പണി ശുദ്ധ ഹറാമാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ മുസ്ലിം സമുദായം. അതുകൊണ്ട് സ്വർണ്ണക്കടത്തും എല്ലാ കടത്തും എല്ലാ സ്മഗ്ലിങ്ങും എല്ലാ തോന്നിയാസങ്ങളും അനധികൃത സമ്പാദനങ്ങളും
മുസ്ലിം സമുദായത്തിന്റെ വഴിയായി മാറിയിരിക്കുന്നു. അതിലെ വരുമാനം കൊണ്ട് സംഘടനകൾ ജീവിക്കുന്നു, ഉസ്താദുമാർ ജീവിക്കുന്നു, പുരോഹിതന്മാർ നിലനിൽക്കുന്നു, സംവിധാനങ്ങൾ നിലനിൽക്കുന്നു, രാഷ്ട്രീയക്കാർ ഉപജീവിക്കുന്നു. ഇതെല്ലാം കൂടി നടക്കുകയാണ് സമുദായത്തിൽ. സഹോദരന്മാരെ, ശിക്ഷിക്കപ്പെടാൻ നമുക്കെന്ത് ന്യായം? നമ്മുടെ കാര്യത്തിൽ അല്ലാഹു ശിക്ഷ ഇറക്കാതിരിക്കാൻ എന്തുണ്ട് ന്യായം എന്ന് വിനയപുരസരം ചോദിക്കേണ്ടുന്ന ഒരു കാലമാണ് നമ്മുടെ ഈ കാലഘട്ടം. ഒരു കവി ചോദിച്ചില്ലേ, ഫയാ ആഖിലൽ മാലിൽ ഹറാമി അബില്ലന ബിഅയ്യി കിതാബിൻ ഹില്ലുൻ മാ അൻത തഖുലു. ഫയാ ആഖിലൽ മാലിൽ ഹറാം, ഹറാമിന്റെ ധനം തിന്നുന്നവനെ അബില്ലന, നീ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞതാ. ബിഅയ്യി കിതാബിൻ ഹില്ലുൻ, ഏത് കിതാബിലാണോ ഇതെല്ലാം അനുവദനീയമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? മാ അൻത തഖുലു, നീ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം, ഈ ഹറാമിന്റെ വഴിയിൽ നേടിയത് അനുവദനീയമാണെന്ന് ഏത് കിതാബിലാണ് പറഞ്ഞത്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ എന്ന് കവി പാടിയത് വളരെ അർത്ഥവത്താണ്. മുഖത്തിമിൽ ഊതിവെച്ച സൂക്തമിത വലൗ അന്നഹും ആമനു വത്തഖൗ, അവർ ശരിക്കും വിശ്വാസികളായിരുന്നുവെങ്കിൽ, വത്തഖൗ, അവർക്ക് പടച്ചവനെ ശരിക്കും പേടിയുണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലം എത്ര മഹത്തരമാണ്, അതിനല്ലേ അവർ പ്രതീക്ഷ വെക്കുക. ലൗകാനയാളും കാര്യങ്ങൾ അവർ ശരിക്കും മനസ്സിലാക്കാതെയാണ് പോകുന്നത്. നല്ല ഒരു ശതമാനം വിശ്വാസികളും ഇന്ന് ഈ അവസ്ഥയിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ വെള്ളരിക്ക പട്ടണത്തിൽ സ്വർണ്ണക്കടത്തിന്റെ തലപ്പത്തുള്ള പേരുകൾ മുസ്ലിം സമുദായത്തിന്റെ അല്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവർ സ്വർണം കടത്തിയത് സുഖമായി ജീവിക്കാനും കൂടുതൽ പണം കിട്ടാനും വേണ്ടിയാണ് എന്ന് മാത്രമേ രേഖയിൽ വരികയുള്ളൂ. അതിന്റെ പിന്തലയിൽ ബാക്കിയുള്ളതൊക്കെ മുസ്ലിം പേരുകളായതുകൊണ്ട് അതെല്ലാം രാജ്യദ്രോഹ കുറ്റത്തിനും ഭീകരവാദത്തിനുമാണ്. അങ്ങനെ വീക്ഷിക്കപ്പെടുന്ന ഒരു കുക്കുംബർ സിറ്റിയിൽ മുസ്ലിം സമുദായം ഈ പണിയുമായി നടക്കുന്നുവെങ്കിൽ ഈ സമുദായം ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ന്യായങ്ങളില്ല എന്ന് വളരെ വേദനയോടെ ഓർക്കുക. അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധികൾ പാലിച്ചു ഈമാൻ ഉറപ്പിച്ച് തഖ്വ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി നിങ്ങളോടും ഉണർത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരിച്ചു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫയും ശമനവും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ ഈ മഹാമാരിയുടെ കെടുതിയിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാനത്തിൽ നിന്ന് പടച്ചവൻ നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് എല്ലാവരെയും മുന്നിൽ ജീവിച്ച് അവരുടെ സ്വർഗ്ഗത്തിന്റെ അവകാശികളായി മാറാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അവൻ നമുക്ക് ഉറച്ച വിശ്വാസവും അടിയുറച്ച തഖ്വബോധവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.